നമ്മളിന്ന് തേക്കടിയിലാണുള്ളത്. ഇവിടെ പുതിയതായി തുടങ്ങിയ ഇടപ്പാളയം നൈറ്റ്സ് എന്ന സ്റ്റേ പ്രോഗ്രാമിൻ്റെ കാഴ്ചകളാണ് ഈ വീഡിയോയിലുള്ളത്. നമ്മുടെ വാഹനം പാർക്ക് ചെയ്യുന്നത് ഇവിടുത്തെ ആരണ്യ നിവാസിലാണ്. തേക്കടി ബോട്ടിംഗ് ലാൻഡിനോട് ചേർന്നുള്ള ഒരു KTDC റിസോർട്ടാണ് ആരണ്യ നിവാസ്. നമ്മുടെ ബുക്കിംഗ് ഡീറ്റെയിൽസ് കൊടുക്കേണ്ടത് ഇവിടെയാണ്. ഇവിടെ നമ്മുടെ കൂടെ വരുന്ന ഗൈഡുകൾ ഉണ്ടാവും. ഈ ഓഫീസിൻ്റെ ബാക്ക് വശത്ത് കണ്ട ഒരു കാഴ്ചയാണ്. അപ്പോൾ തേക്കടിയിലെ നമ്മുടെ ആദ്യത്തെ സൈറ്റിങ്സ് എന്ന് തന്നെ പറയാം. മ്ലാവുകൾ ഇവിടെ കോമൺ ആയി കാണുന്ന അനിമൽസ് ആണെങ്കിലും അവരിങ്ങനെ കൂട്ടമായിട്ട് പുൽമേട്ടിൽ പുല്ല് തിന്നുന്ന കാഴ്ച കാണാൻ പ്രത്യേക രസം തന്നെയാണ്. പ്രത്യേകിച്ച് വാട്ടർ ബോഡിയോട് ചേർന്ന്. ഇടയ്ക്ക് ആനകളെയും കാണാൻ പറ്റും ഇവിടെ. അതുപോലെ തന്നെ ബോട്ടിങ്ങിനുള്ള ടിക്കറ്റ് കൗണ്ടറിൻ്റെ ഓപ്പോസിറ്റ് സൈഡിൽ മിക്കപ്പോഴും കാട്ടുപോത്തും മ്ലാവും കൂട്ടമായിട്ട് കാണാൻ പറ്റും. ഈവനിങ് ടൈമിലാണ് കൂടുതലും കാണാൻ സാധിക്കാറ്. ഇനി ഇവിടുന്ന് നമ്മൾ ബോട്ടിലാണ് സ്റ്റേയിലേക്ക് പോകുന്നത്. നമുക്കുള്ള സീറ്റ് നമ്മുടെ ഗൈഡ് നേരത്തെ ബുക്ക് ചെയ്തിട്ടുണ്ടാവും. ഇന്നത്തെ ലാസ്റ്റ് ട്രിപ്പാണിത്, അതായത് വൈകിട്ട് 3:30-ക്കുള്ള ബോട്ടിംഗ്. അതുകൊണ്ട് തന്നെ അത്യാവശ്യം അനിമൽ സൈറ്റിങ്ങിനുള്ള ചാൻസ് ഉണ്ട്. അപ്പോൾ ഈ സ്റ്റേ ബുക്ക് ചെയ്ത് കഴിഞ്ഞാൽ ഉച്ചയ്ക്ക് 1:30-ക്കാണ് ബോട്ട് ലാൻഡിൽ റിപ്പോർട്ട് ചെയ്യേണ്ടത്. 1:45-നുള്ള ബോട്ടിൽ നമ്മൾ സ്റ്റേയിലേക്ക് പോകും. പക്ഷേ ആ ഒരു ടൈമിൽ അനിമൽ സൈറ്റിങ് വളരെ കുറവായിരിക്കും. ഒരുപക്ഷെ ഒന്നിനെയും കാണാൻ സാധിക്കില്ല. അതുകൊണ്ടാണ് നമ്മൾ ഈ ഒരു ടൈം സെലക്ട് ചെയ്തത്. എന്തായാലും വിചാരിച്ചതുപോലെ തന്നെ അത്യാവശ്യം കാഴ്ചകളൊക്കെ കിട്ടി നമുക്ക്. എന്നാലും കുറവാണെന്ന് തന്നെ പറയാം. കാരണം വേനൽക്കാലത്ത് ഈ ഒരു ടൈമിൽ ഇതിൽ കൂടുതൽ തന്നെയാണ് പ്രതീക്ഷിച്ചത്. രാവിലെ തന്നെ ഇവിടുത്തെ ഗൈഡ് ഞങ്ങളെ വിളിച്ച് കോൺടാക്റ്റ് ചെയ്തായിരുന്നു, എപ്പോഴാണ് എത്തുന്നതെന്ന് ചോദിച്ച്. ആ ഒരു ടൈമിൽ കുമളി പാർക്കിംഗ് ഗ്രൗണ്ടിൽ ഗൈഡ് വെയിറ്റ് ചെയ്യുന്നുണ്ടായിരുന്നു. ഞങ്ങൾ ഒരുമിച്ചാണ് ബോട്ട് ലാൻഡിലേക്ക് വന്നത്. അതുകൊണ്ട് തന്നെ നമുക്ക് കാര്യങ്ങൾ അറിയാനൊന്നും ബുദ്ധിമുട്ടുണ്ടായില്ല. ഇനി ഇവിടെ ബോട്ടിങ്ങിന് വരുന്നവരാണെങ്കിൽ ഒരാൾക്ക് 255 രൂപയാണ് ടിക്കറ്റ് നിരക്ക്. ഒരു ദിവസം 5 ട്രിപ്പാണുള്ളത്. രാവിലെ 7:30-ക്ക് ആദ്യത്തെ ട്രിപ്പ്, അത് കഴിഞ്ഞ് 9:30, 11:15, 1:45, പിന്നെ ലാസ്റ്റ് ട്രിപ്പ് 3:30-ക്ക്. ഇതിൽ അത്യാവശ്യം അനിമൽ സൈറ്റിങ്ങിനുള്ള ചാൻസ് കൂടുതലുള്ളത് രാവിലത്തെ 7:30-നും വൈകിട്ടത്തെ 3:30-നുമുള്ള സഫാരിയാണ്. ഈ പാക്കേജിൽ ഒരു ഫുൾ ടൈം ബോട്ടിംഗ് നമുക്ക് ഇൻക്ലൂഡിംഗ് ആണ്. അത് നമ്മുടെ ഇഷ്ടത്തിന് ഏത് ടൈം വേണമെങ്കിലും ചൂസ് ചെയ്യാം. നമ്മുടെ ഗൈഡിനോട് പറഞ്ഞാൽ മതി. എന്തായാലും നമ്മൾ സെലക്ട് ചെയ്തത് ഈ പോകുന്ന ടൈമിലുള്ള ബോട്ടിംഗ് ആണ്. കൂടാതെ 2 ട്രെക്കിങ്ങും ഇൻക്ലൂഡിംഗ് ആണ് ഈ പാക്കേജിൽ. ഈവനിങ്ങിലും മോർണിംഗിലുമാണ് ട്രെക്കിങ്. അതിൽ ഈവനിങ് ട്രെക്കിങ് ഞങ്ങൾ വേണ്ടെന്ന് വെച്ചു. അതിന് കാരണം ഞാൻ അവിടെ ചെന്നിട്ട് കാണിച്ചു തരാം. ബോട്ടിങ് കഴിഞ്ഞ് തിരിച്ചു വരുന്ന വഴിക്കാണ് നമ്മൾ സ്റ്റേയിൽ ഇറങ്ങിയത്. നമ്മളെ കൊടുങ്കാടിന് നടുക്കിറക്കിയിട്ട് ബോട്ട് തിരിച്ചുപോയി. അങ്ങനെ ഒരുപാട് നാളത്തെ ആഗ്രഹമാണ് ഇന്ന് സാധിച്ചത്. തേക്കടിയിൽ ബോട്ടിങ്ങിന് വരുമ്പോഴൊക്കെ ഇവിടെ എത്തുമ്പോൾ ഭയങ്കര ഒരു ആഗ്രഹമായിരുന്നു ഇവിടെ ഒരു ദിവസം താമസിക്കണം എന്നുള്ളത്. നമ്മൾ കയറി വരുമ്പോൾ തന്നെ കാണുന്നതാണ് ലേക്ക് പാലസ്. തിരുവിതാംകൂർ രാജാവിൻ്റെ വേനൽക്കാല വസതിയായിരുന്നത്. 1927-ലാണ് ഇത് നിർമ്മിച്ചത്. ഇപ്പോൾ ഇത് KTDCയുടെ ഒരു ലക്ഷറി റിസോർട്ടാണ്. ഏകദേശം 16,000 രൂപ മുതൽ 24,000 രൂപ വരെയൊക്കെയാണ് ഇവിടുത്തെ റൂം റെൻറ്റ്. അപ്പോൾ ഇതാണ് ഇടപ്പാളയം നൈറ്റ്സ്. 2 കോട്ടേജുകളാണ് ഇവിടെ ഉള്ളത്. അതിൽ നേരെ കാണുന്നത് ഇതുവരെ ഓപ്പൺ ആയിട്ടില്ല, ഇൻറ്റീരിയർ വർക്ക് നടന്നുകൊണ്ടിരിക്കുകയാണ്. ഈ ലെഫ്റ്റ് സൈഡിൽ കാണുന്നതാണ് നമ്മുടെ കോട്ടേജ്. പാലസിനോട് ചേർന്ന് തന്നെയാണ് ഈ 2 കോട്ടേജുകളും. ഒരു കോട്ടേജിൽ 2 ബെഡ്റൂം ഉണ്ടാവും. ഒരു റൂം ബുക്ക് ചെയ്യാൻ 10,000 രൂപയാണ് ചിലവ്. മാക്സിമം 3 പേർക്ക് ഒരു റൂമിൽ സ്റ്റേ ചെയ്യാം. എക്സ്ട്രാ പേഴ്സിന് 2,500 രൂപയാണ്. അപ്പോൾ 12,500 രൂപയ്ക്ക് 3 പേർക്ക് ഇവിടെ സ്റ്റേ ചെയ്യാം. ഈ പാക്കേജിൽ ഇൻക്ലൂഡിംഗ് ആയിട്ടുള്ളത് ബോട്ടിങ്, ട്രെക്കിങ്, ഡിന്നർ, ബ്രേക്ക്ഫാസ്റ്റ്. ഫാമിലി ആയിട്ട് ഇവിടെ വന്ന് താമസിക്കാം. എന്നാൽ 12 വയസ്സിന് താഴെയുള്ള കുട്ടികളെ കൊണ്ട് ട്രെക്കിങ്ങിന് പോകാൻ സാധിക്കില്ല. പുതിയ സ്റ്റേ ആയതുകൊണ്ട് നീറ്റ്നെസ്സിനെ കുറിച്ചൊന്നും പറയേണ്ടതില്ല. കാണുമ്പോൾ തന്നെ നമുക്കത് മനസ്സിലാവും. ഫോറസ്റ്റ് നിയമം അനുസരിച്ച് മാത്രമേ നമുക്കിവിടെ താമസിക്കാൻ പറ്റുള്ളൂ. ക്യാമ്പ് ഫയറും മ്യൂസിക്കും ഒന്നും ഉണ്ടാവില്ല ഇവിടെ. ഈ കാണുന്ന കോട്ടേജിൻ്റെ ബാക്ക് വശത്താണ് ഇവിടുത്തെ ഫേമസ് ആയ ഇടപ്പാളയം വാച്ച് ടവർ ഉള്ളത്. രാവിലെ ട്രെക്കിങ്ങിന് പോകുമ്പോൾ നമുക്കത് കാണാൻ പറ്റും. 4 മണിക്ക് നമുക്കൊരു ടീയും സ്നാക്സും ഉണ്ട്. അത് കഴിഞ്ഞ് ഇതിനകത്ത് കാടിനെ ആസ്വദിച്ച് നടക്കാം നമുക്ക്.
ഈ പ്രോപ്പർട്ടിക്ക് ചുറ്റും ഇലക്ട്രിക് ഫെൻസിങ്ങും ട്രെഞ്ചും ഉണ്ട്. അതുകൊണ്ട് തന്നെ വൈൽഡ് അനിമൽസിന് ഇതിനകത്തേക്ക് കയറാൻ സാധിക്കില്ല. എന്നാലും പന്നികൾ ഇതിനകത്ത് ഫുൾ ടൈം ഉണ്ടെന്നാണ് പറഞ്ഞത്. ഇതിവിടുത്തെ ഒരു ട്രീ ടോപ്പ് ഹട്ടാണ്. ഹട്ടെന്ന് പറയാൻ പറ്റില്ല, വാച്ച് ടവർ പോലെ ഒരു സെറ്റപ്പ്. പുസ്തകം വായിക്കുന്നവർക്ക് ഇവിടെ മരങ്ങൾക്കുള്ളിൽ കാടിൻ്റെ ശബ്ദം ആസ്വദിച്ചിരുന്ന് ബുക്ക് വായിക്കാം. ഒരു റീഡിംഗ് കോർണർ എന്ന് തന്നെ പറയാം. കോട്ടേജിനോട് ചേർന്നുള്ള ഒരു ഫോറസ്റ്റ് ഐബിയാണിത്. പബ്ലിക് സ്റ്റേ അല്ല കേട്ടോ ഇത്. പിന്നെ ഫോറസ്റ്റ് ഡിപ്പാർട്ട്മെൻറ്റിൽ ജോലി ചെയ്യുന്നവർക്ക് പെർമിഷൻ എടുത്ത് ഇവിടെ സ്റ്റേ ചെയ്യാൻ പറ്റും. ഇതിൻ്റെ ഫ്രണ്ടിൽ നിന്നുള്ളൊരു വ്യൂ ആണിത്. ലേക്ക് പാലസിൽ നിന്നുള്ള സെയിം കാഴ്ച തന്നെയാണ് ഇവിടെ നിന്നും കിട്ടുന്നത്. ഐബിയുടെ ഫ്രണ്ടിൽ കുറച്ച് ചാരുവെഞ്ച് കാണാം. അവിടെ ഇരുന്നാൽ കിട്ടുന്ന കാഴ്ച നോക്കിയേ. അഞ്ചു മണിയോടുകൂടി ബോട്ടുകളെല്ലാം ബോട്ട് ലാൻഡിൽ തിരിച്ചെത്തും. അതിനുശേഷം ഈ ലേക്ക് സൈലൻ്റാണ്. ആ ഒരു ടൈമിൽ ഇവിടെ വന്നിരുന്നാൽ ഒരു പ്രത്യേക ഫീലാണ്. ഈവനിങ് ടൈം ആയതുകൊണ്ട് അത്യാവശ്യം അനിമൽ സൈറ്റിങ് നമുക്ക് ഇവിടെ ഇരുന്നുകൊണ്ട് തന്നെ ആസ്വദിക്കാൻ പറ്റും. നമ്മളെ കൂടാതെ ലേക്ക് പാലസിലെ ഗസ്റ്റുകൾ ഇവിടെ വന്നിട്ടുണ്ട്. നമ്മളിവിടെ വന്നപ്പോൾ തന്നെ ആദ്യം ഇറങ്ങി വന്നത് ഒരു കൂട്ടം കാട്ടികളാണ്. അധികം വൈകാതെ തന്നെ നമ്മുടെ ഓപ്പോസിറ്റ് സൈഡിൽ ഒരു കൂട്ടം മ്ലാവുകൾ ഇറങ്ങി വന്നു. ഈ മ്ലാവുകൾ നിൽക്കുന്ന സ്ഥലത്ത് ഇന്നലെ ആന വന്നിട്ടുണ്ടായിരുന്നു. മ്ലാവുകളുടെ കൂട്ടത്തിലേക്ക് ഒരൊറ്റയാനായിട്ടുള്ള പന്നിയും വരുന്നുണ്ട്. പക്ഷെ അവനപ്പോഴേക്കും അവിടെ എന്തോ തിന്നാൻ കിട്ടി, അവനവിടെ സ്റ്റോപ്പായി. ഈ കാട്ടികൾ നിൽക്കുന്ന സ്ഥലത്ത് നിന്ന് ഒരു മ്ലാവിൻ്റെ അലാങ്കോൾ കേട്ടായിരുന്നു. അപ്പോൾ തന്നെ അവർ അലേർട്ടായി ഓപ്പോസിറ്റ് സൈഡിലേക്ക് കുറച്ച് നേരം സൂക്ഷിച്ച് നോക്കുന്നുണ്ടായിരുന്നു. പെട്ടെന്ന് തന്നെ എന്തോ കണ്ട് പേടിച്ച പോലെ കൂട്ടായിട്ട് അവർ കാട്ടിലേക്ക് ഓടിക്കയറി. ഒരുപക്ഷെ നമ്മൾ ബോട്ട് ഇറങ്ങിയ സ്ഥലത്ത് നിന്നാൽ അവിടേക്ക് എന്താണ് ഇറങ്ങി വന്നതെന്ന് അറിയായിരുന്നു. ഈ ഒരു മൊമെൻറ്റ് ലൈഫിൽ ഒരിക്കലും മറക്കാനാവാത്തൊരു അനുഭവം തന്നെയാണ്. നമുക്ക് എന്തൊക്കെ ടെൻഷനും സ്ട്രെസ് ഉണ്ടെങ്കിലും ഈ ഒരു നിമിഷം കൊണ്ട് അതൊക്കെ ഇല്ലാതാവും. അതുപോലൊരു വിസ്മയ കാഴ്ചയാണ് പ്രകൃതി ഇവിടെ ഒരുക്കിയിട്ടുള്ളത്. ഡിന്നർ കഴിക്കാൻ വേണ്ടി രണ്ടാമത്തെ കോട്ടേജിലേക്കാണ് പോയത്. അതായത് ഇതുവരെ ഓപ്പൺ ആവാത്ത കോട്ടേജിലേക്ക്. ചപ്പാത്തി, ചിക്കൻ കറി, ഗ്രീൻ സലാഡ് ഇതൊക്കെയാണ് ഡിന്നറിനുള്ള ഐറ്റംസ്. ഇനി നിങ്ങൾക്ക് വെജിറ്റേറിയൻ വേണമെങ്കിൽ അതിനുള്ള ഓപ്ഷനും ഉണ്ട് ഇവിടെ. രാത്രി ആയപ്പോഴേക്കും നല്ല അസല് തണുപ്പായി. നാട്ടിലൊക്കെ ഇപ്പോൾ നല്ല ചൂട് അനുഭവപ്പെടുമ്പോൾ ഇവിടെ സഹിക്കാൻ പറ്റാത്ത തണുപ്പാണ്. രാത്രിയിലെ ആംബിയൻസൊക്കെ ആസ്വദിച്ച് ഏകദേശം 10 മണി വരെ ഞങ്ങൾ കോട്ടേജിന് പുറത്ത് സംസാരിച്ചിരുന്നു. അപ്പോഴാണ് ഇവരെ കണ്ടത്. ഇവരാണ് നേരത്തെ പറഞ്ഞ ഇവിടുത്തെ സ്ഥിരം താമസക്കാർ, വൈൽഡ് ബോർ. ഏറ്റവും ചെറിയ കുട്ടി തുടങ്ങി മാക്സിമം വലിപ്പം വരെ ഉള്ളതുണ്ട് ഈ കൂട്ടത്തിൽ. രാവിലെ 7 മണിക്കാണ് നമ്മൾ ട്രെക്കിങ് സ്റ്റാർട്ട് ചെയ്യുന്നത്. അപ്പോൾ ഒരു 6 മണിക്കെങ്കിലും എഴുന്നേറ്റാലാണ് കറക്റ്റ് ടൈമിൽ ട്രെക്കിങ്ങിന് പോകാൻ സാധിക്കൂ. നമ്മുടെ ഈ സ്റ്റേയുടെ ഒരു പോരായ്മയായിട്ട് എനിക്ക് തോന്നിയത് സ്റ്റേയിലിരുന്ന് ഒരു ഓപ്പൺ വ്യൂ കിട്ടുന്നില്ല എന്നുള്ളതാണ്. പക്ഷേ ഇനി ഓപ്പൺ ആകാൻ പോകുന്ന കോട്ടേജിലിരുന്നാൽ ലേക്കിൻ്റെ നല്ലൊരു ഓപ്പൺ വ്യൂ നമുക്ക് കാണാൻ പറ്റും. ഈ സ്റ്റേയുടെ ബാക്ക് വശത്താണ് അത്യാവശ്യം വ്യൂ ഉള്ളത്. ഐബിയുടെ ഫ്രണ്ടിൽ കാണുന്ന പോലെ തന്നെ വാട്ടർ ബോഡിയും പുൽമേടും മൃഗങ്ങളൊക്കെയുള്ള ഒരു സ്ഥലം തന്നെയാണ്. ഇതിനകത്ത് ബേഡ്സ് വളരെ കുറവായിട്ടാണ് എനിക്ക് തോന്നിയത്. എല്ലാ ദിവസവും എങ്ങനെയാണോ എന്നറിയില്ല. എന്തായാലും ബേഡ്സ് ഏറ്റവും കൂടുതൽ ആക്റ്റീവായിട്ടിരിക്കുന്ന ടൈമായിട്ടും ഇവിടെ അധികമൊന്നും സ്പോട്ട് ചെയ്യാൻ സാധിച്ചില്ല.
അങ്ങനെ 7 മണിക്ക് നമ്മുടെ ട്രെക്കിങ് സ്റ്റാർട്ട് ചെയ്തു. രാവിലെ തന്നെ കാടിനകത്ത് കയറാൻ ഒരു പ്രത്യേക ഫീലാണ്. ഇടപ്പാളയം വാച്ച് ടവറിൻ്റെ ഫ്രണ്ടിൽ കാണുന്ന പുൽമേടാണ് ആ താഴെ കാണുന്നത്. ഇവിടെ വെച്ചാണ് നമ്മുടെ ട്രെക്കിങ്ങിൽ ആദ്യത്തെ സൈറ്റിംഗ് കിട്ടിയത്. ഗ്രേറ്റ് ഇന്ത്യൻ ഹോൺബിൽ, അതായത് നമ്മുടെ മലമുഴക്കി വേഴാമ്പൽ. മരങ്ങൾക്കിടയിലൂടെ വളരെ ചെറിയൊരു വിഷ്വൽ മാത്രമാണ് നമുക്ക് കിട്ടിയത്. അപ്പോൾ ഇതാണ് തേക്കടിയിലെ പ്രസിദ്ധമായ ഇടപ്പാളയം വാച്ച് ടവർ. 10,000 രൂപയാണ് 2 പേർക്ക് ഇവിടെ താമസിക്കാനുള്ള ചിലവ്. ബോട്ടിങ്ങും ട്രെക്കിങ്ങും ഫുഡും എല്ലാം ഇതിൽ ഉൾപ്പെടും. 2 പേർക്ക് മാത്രമേ ഇവിടെ താമസിക്കാൻ സാധിക്കുകയുള്ളൂ. ഇഷ്ടംപോലെ ബേഡ്സും അനിമൽസും എല്ലാം ആസ്വദിക്കാൻ പറ്റും ഇവിടെ. ഇന്നിവിടെ ഗസ്റ്റായിട്ടുള്ളത് ബാംഗ്ലൂരിൽ നിന്ന് വന്ന 2 ലേഡീസാണ്. മലമുഴക്കി വേഴാമ്പലിനെ കണ്ട എക്സൈറ്റ്മെൻറ്റിലായിരുന്നു അവർ. ഈ ട്രെക്കിങ്ങിൽ നമ്മൾ ഏറ്റവും കൂടുതൽ ഡാമിനോട് ചേർന്ന് തന്നെയാണ് പോകുന്നത്. അതുകൊണ്ട് തന്നെ നല്ലൊരു ഇൻട്രസ്റ്റിംഗ് ട്രെക്കിംഗ് ആണിത്. കാഴ്ചകൾക്ക് ഒരു കുറവുണ്ടാവില്ല. മാത്രമല്ല നമുക്ക് അടുത്ത കാഴ്ച എന്തായിരിക്കും എന്നുള്ള പ്രതീക്ഷയിലായിരിക്കും നമ്മൾ ഫുൾ ടൈം. ഇവിടുത്തെ ട്രൈബൽസാണ് ഇവർ. രാവിലെ തന്നെ ഫാമിലി ആയിട്ട് മീൻ പിടിക്കാൻ പോയി വന്നതാണ്. ഇവർക്ക് മാത്രമാണ് ഇവിടെ മീൻ പിടിക്കാൻ അനുമതിയുള്ളൂ. ഇനി കുറച്ച് നേരം നിങ്ങൾ കാടിനെ ഒന്ന് ആസ്വദിച്ച് കണ്ടു നോക്കിയേ, അതും കാടിൻ്റെ ശബ്ദത്തിൽ. അപ്പോൾ ഏകദേശം 2 മണിക്കൂർ നീണ്ട ട്രെക്കിംഗ് ആയിരുന്നു ഇത്. അത്രയ്ക്ക് ഹാർഡ് ട്രെക്കിംഗ് ആണെന്നൊന്നും പറയാൻ പറ്റില്ല. ദൂരെ നോക്കുകയാണെങ്കിൽ ഏകദേശം 7 കിലോമീറ്റർ നടന്നിട്ടുണ്ടാവും. ഇനി നിങ്ങൾക്ക് താല്പര്യം ഉണ്ടെങ്കിൽ മാത്രം ട്രെക്കിങ്ങിന് പോയാൽ മതി. അതല്ല ബേർഡ് വാച്ചിങ് മതിയെന്നുണ്ടെങ്കിൽ സ്റ്റേയുടെ പരിസരത്ത് തന്നെ ഒരു ഷോർട്ട് ട്രെക്കിംഗ് എടുത്താലും മതി. നമ്മുടെ സ്റ്റേയുടെ ബാക്ക് വശത്തുള്ള പുൽമേടാണിത്. ഇവിടെയും ഈവനിങ് സമയത്ത് ഇഷ്ടംപോലെ വൈൽഡ് അനിമൽസിനെ കാണാൻ സാധിക്കും. ആ ഒരു സമയത്തൊക്കെ നമ്മുടെ ഗൈഡിനോട് പറഞ്ഞാൽ ഗൈഡിനോടൊപ്പം നമുക്കിവിടെ വന്ന് അനിമൽസിനെ കണ്ടുകൊണ്ടിരിക്കാം. നമ്മൾ സ്റ്റേയിൽ എത്തിക്കഴിഞ്ഞാൽ ഒരു കാരണവശാലും ഗൈഡിൻ്റെ അനുമതിയില്ലാതെ ഇലക്ട്രിക് ഫെൻസിങ് വിട്ട് പുറത്തേക്ക് കിടക്കാൻ പാടില്ല. അങ്ങനെ ട്രെക്കിങ് കഴിഞ്ഞ് അതിൻ്റെ ക്ഷീണം മാറ്റാൻ നമ്മൾ ആദ്യം പോയത് ഫുഡ് കഴിക്കാനായിരുന്നു.
അപ്പോൾ ദേ പുട്ട്, പഴം, ചന മസാല ഇതൊക്കെയായിരുന്നു നമ്മുടെ ബ്രേക്ക്ഫാസ്റ്റ്. നമുക്കിവിടെ നിന്ന് ചെക്കൗട്ട് ചെയ്യേണ്ട ടൈം രാവിലെ 11 മണിക്കാണ്. പക്ഷേ ചെക്കൗട്ട് ചെയ്താലും നമുക്കിവിടെ നിന്ന് പോകണമെന്നുണ്ടെങ്കിൽ സഫാരി ബോട്ട് വരണം. ഇനിയുള്ള സഫാരി സമയം 11:15 സ്റ്റാർട്ട് ചെയ്ത് തിരിച്ച് ഇവിടെ എത്തുമ്പോൾ ഏകദേശം 12 മണി കഴിയും. ഇവിടെ നിന്നും 20 മിനിറ്റ് യാത്രയുണ്ട് ബോട്ട് ലാൻഡിലേക്ക്. ഇതൊക്കെ സഫാരി കഴിഞ്ഞ് തിരിച്ചു പോകുന്ന ബോട്ടുകളാണ്. ഇവിടെ എല്ലാ ബോട്ടുകളും ഒരുമിച്ച് സെയിം ടൈമിലാണ് സഫാരിക്ക് പോകുന്നതും തിരിച്ചെത്തുന്നതും. ഇതിവിടുത്തെ 18 സീറ്റിൻ്റെ ഒരു ബോട്ടാണ്. ഒരു സഫാരിക്ക് 18,000 രൂപയാണ് ചാർജ് ഈടാക്കുന്നത്. അപ്പോൾ പെർ ഹെഡ് 1000 രൂപ വരും. കുറച്ച് പ്രൈവസിയൊക്കെ ആഗ്രഹിക്കുന്നവർക്കുള്ള ഒരു ബോട്ട് സർവീസാണെന്ന് പറയാം. അപ്പോൾ നമുക്ക് തിരിച്ചു പോകാനുള്ള ബോട്ട് ഇതാ വരുന്നുണ്ട്. ഒരു ദിവസം മാത്രമേ ഇവിടെ താമസിച്ച് തിരിച്ചു പോകുമ്പോൾ ഭയങ്കര ഒരു വിഷമമായിരിക്കും. കാരണം അത്രയ്ക്ക് ഇൻട്രസ്റ്റിംഗ് പ്ലേസ് തന്നെയാണിത്. പ്രത്യേകിച്ച് ഇന്നലത്തെ ആ ഒരു ഈവനിങ് ടൈം മാത്രം മതി നമ്മളെ ഇവിടേക്ക് വീണ്ടും ആകർഷിക്കാനായിട്ട്. ഇത്രയും നാൾ താമസിച്ച ഫോറസ്റ്റ് സ്റ്റേകളിൽ വെച്ച് രണ്ടാമത് ഒരു വട്ടം കൂടി താമസിക്കാൻ തോന്നിയിട്ടുള്ളത് ഇതും പിന്നെ ചിന്നാറിലെ പെരിയകൊമ്പ് ലോഗ് ഹൗസുമാണ്. അപ്പോൾ കാടിനെ സ്നേഹിക്കുന്ന എല്ലാവർക്കും ഇവിടെ ഒരു ദിവസം താമസിക്കാൻ അവസരം ഉണ്ടാവട്ടെ.